സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം സ്ഥാപിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം. 150 ഏക്കർ ഭൂമി കണ്ടെത്തിയാൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകും. കാസർഗോഡ് ചീമേനി അനുയോജ്യമായ സ്ഥലമെന്ന് കേരളം അറിയിക്കുന്നു. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറും മുഖ്യമന്ത്രിയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, മുഖ്യമന്ത്രി സന്ദർശിക്കുമ്പോൾ എന്ത് ഉറപ്പാണ് കേന്ദ്രം നൽകിയത്? എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു പദ്ധതിയിലേക്കാണ് ഇന്നലത്തെ കൂടിക്കാഴ്ച നീങ്ങിയത്? വീണ, നമുക്കറിയാം സംസ്ഥാനത്തെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് അത് അതിരൂക്ഷമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രം ഇത്തരത്തിൽ ആണവ നിലയങ്ങളെ പറ്റി ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം 2011 മുതലേ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കേരളം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ കേരളം അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഇന്നലെ മുഖ്യമന്ത്രിയും കേരള വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഈ സ്ഥലം കണ്ടെത്താനുള്ള ഒരു നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. 150 ഏക്കർ സ്ഥലമാണ് ഇത്തരത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടത്. തോറിയം ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നൊരു ആശയത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ 9 ജില്ലകളിലുള്ള കടൽ തീരങ്ങളിൽ തോറിയത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ തോറിയത്തിൽ നിന്നും ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ആദ്യം ഈ അതിരപ്പള്ളി മേഖലയിൽ ഇത്തരത്തിൽ ആണവ നിലയം സ്ഥാപിക്കാമെന്നാണ് അറിയിച്ചത്. പക്ഷേ അവിടെ പ്രത്യേകമായിട്ടുള്ള ടൂറിസം പാക്കേജ് വരുന്നതായിട്ട് കേന്ദ്ര ടൂറിസ്റ്റ് വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രത്തിനോട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആണവ നിലയങ്ങൾ വരുന്ന സ്ഥലത്ത് പ്രത്യേക ബഫർ സോണുകളായിട്ടൊക്കെ പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കാസർഗോഡ് ചീമേനി തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ 150 ഏക്കർ സ്ഥലം കേരളം കണ്ടെത്തി കൊടുത്താൽ കേന്ദ്രം ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ സാധിക്കും. അവിടെ നിന്നും ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പിന്നീട് വരുന്ന ആണവ കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2025 മാർച്ച് ജൂൺ മാസങ്ങളിൽ NTCP കൾച്ചർ യൂണിറ്റിൽ നിന്ന് നൽകുന്ന വൈദ്യുതി വിഹിതം ഇപ്പോഴത്തെ നിന്നും 400 മെഗാവാട്ടായി ഉയർത്തുകയും അത് 5 വർഷത്തേക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കരാറ് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ NTCP ബാർ നിലയത്തിൽ നിന്നും 2025 മാർച്ച് വരെയുള്ള 177 മെഗാവാട്ട് ജൂൺ വരെ നീട്ടണമെന്നും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ വിഹിതം 400 മെഗാവാട്ടായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷനിൽ നിന്ന് 350 മെഗാവാട്ട് മുൻഗണനാ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാറ്ററി വൈദ്യുതി സംഭരിക്കുന്ന സംവിധാനം പാക്കേജ് അതിൽ നിന്നൊക്കെ VGF ഫണ്ടും കേരളത്തിൽ ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ കേരളം കൈകൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പദ്ധതിയായിരിക്കും. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനും ഏറ്റവും പ്രയോജനമാകുന്ന ഒരു പദ്ധതിയായി തീരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വീണ, ഓക്കെ, ശരി ടിൻഡു.